റിയൽട്ടർ പ്രമോദ് അല്ലേ? അതെ, ഫസ്റ്റ് ടൈം പോകുമ്പോ എത്രയാ ബഡ്ജറ്റ്? $1 മില്യൺ അവര് ചോദിക്കണേ. 1 മില്യണാ? ആ, ചേച്ചി പോലീസിനെ വിളി. പോലീസ് പറഞ്ഞ പ്രമോദേട്ടനെ തട്ടിക്കളയെന്നാ പറഞ്ഞേ. അപ്പൊ വിളിക്കണ്ട, തട്ടിക്കളഞ്ഞാലോ? ഉവ്വ. അയ്യോ, ചേച്ചി ആ 1 മില്യന്റെ കൂടെ ഒരു $10,000 ഒന്ന് അറേഞ്ച് ചെയ്യുമോ? അതെന്തിനാ $10,000 എക്സ്ട്രാ? ഓണമൊക്കെ അല്ലേ ചേച്ചി, ചിലവൊക്കെ ഉണ്ടല്ലോ. ഓ ഓ ഓ, ശരി ചേച്ചി, അളിയനെ ഒന്നും പറ്റാതെ നമുക്ക് രക്ഷിക്കാം. ശരി. അളിയനൊക്കെ 1 മില്യൺ ഉണ്ടോ? ആ ജോസേ, എന്താ രാജേട്ടാ വിളിക്കാൻ പറഞ്ഞേ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ, വല്ല കൊലക്കേസാണോ? എൻ്റെ അളിയനെ ആരെ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കുണ്ട്. അയ്യോ, പുള്ളിക്കാരനല്ലേ നമ്മുടെ ഓണപ്പരിപാടി മെയിൻ സ്പോൺസർ. ഓണപ്പരിപാടിയിൽ ഇനി നടക്കൂ? ഓണപ്പരുടെ കറക്റ്റ് സമയത്ത് നടക്കണം. പിന്നെ ആ മാവലിനെ കൊണ്ടുവരുന്ന സുഖം ഉണ്ടല്ലോ, സ്റ്റാർട്ടപ്പ് സുഖു. അവൻ കറക്റ്റ് സമയത്ത് മാവലിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ്റെ മുട്ടുകാൽ നീ പോയി തല്ലി വിളിച്ചു. ഓ, തല്ലി വിളിച്ചേക്കാം. ശരി. ഞാൻ വിളിച്ചോട്ടെ തല എടുത്തേക്കാന്ന്. അയ്യോ, നേരെ ഒരു വിളക്ക് വെക്കാൻ സമയമായി. എൻ്റെ കാല് തല്ലി പിടിക്കുന്നു. അതും ജോസേ, അവനങ്ങനെയൊക്കെ പറയാം. സംഭവം അവൻ്റെ നമ്മൾ അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിനനുസരിച്ച് മാവേലി എവിടെ നിന്ന് കിട്ടാനാ? നീ തന്നെ എത്ര ദിക്കൽ അന്വേഷിച്ചു, എന്നിട്ട് വല്ല മാവേലി കിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച പോലെ ഒരു റിലേഷൻഷിപ്പിൽ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രസ്റ്റ്. നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്യണം, ബ്ലൈൻഡായി തന്നെ ട്രസ്റ്റ് ചെയ്യാം. ഒരുപാട് എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടാവും അതിനെല്ലാം തകർക്കാനായിട്ട്, പക്ഷേ നമ്മളുടെ റിലേഷൻഷിപ്പ് അത് നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ടിപ്സിന് എൻ്റെ അടുത്ത എപ്പിസോഡ് കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ ലൂനി? കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്നുകൂടെ എടുക്കാം. ഇതൊക്കെ മതി. ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്ത്? എനിക്കൊരു സംശയം, സുഖുചാട്ടൻ ആളെ ഉഡായിപ്പാണോ എന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ വേറൊരു കിഡിലൻ ഐഡിയ ഉണ്ട്. ഈ ഐഡിയ സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി മില്യണേഴ്സാണ്. നീ കണ്ടോ? അങ്ങനെ നിങ്ങൾ മൾട്ടി മില്യണേഴ്സ് ആയി കഴിഞ്ഞാൽ നിമിഷ ചേച്ചിനെ നിങ്ങൾ കേട്ടോ? നീ അവളുടെ കാര്യം ഇപ്പൊ പറയല്ലേ, അവൾക്കാണെങ്കിൽ എന്നെ ഒടുക്കത്ത സംശയമാണ്. എന്താണ് നീ അങ്ങനെ പറയണേ? അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചേച്ചി വിളിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കാറില്ല. പറഞ്ഞു തീർന്നില്ല, ദേ വിളിക്കണോ നിമിഷ ചേച്ചി. നീ അത് കട്ട് ചെയ്തേ. അയ്യോ ശരിയാടി, ഞാൻ പറഞ്ഞില്ലേ, എന്തോ ചുറ്റിക്കളി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, എൻ്റെ പുതിയ ബിസിനസ് ഐഡിയ, ഫ്രഷ് ബിസിനസ് ഐഡിയ ആണ്. നീ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഫ്രഷ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആയിരിക്കും അല്ലേ? തേങ്ങ അതൊന്നല്ല. നീ ഇത് കേക്ക്. നമ്മളിവിടുന്ന് മഞ്ഞ് കയറ്റി അയക്കുന്നു. 10 പൈസ ചിലവില്ല. സിമ്പിളായിട്ട് കിട്ടുന്ന മഞ്ഞ് നമ്മൾ ട്രക്കിൽ കയറ്റി ചെറിയ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് അറബ് രാജ്യത്തിലേക്ക് കയറ്റി അയക്കുന്നു. ദുബായ്, കുവൈറ്റ്, ഖത്തർ, അബുദാബി, ഷാർജ, കാസർഗോഡ്, പാലക്കാട് തുടങ്ങിയ സ്ഥലത്തേക്ക് നമ്മളിത് കയറ്റി അയക്കും. അങ്ങനെ കയറ്റി അയച്ചാൽ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ നമ്മൾ മൾട്ടി മില്യണേഴ്സാണ് മോനെ. എൻ്റെ ഇപ്പോഴത്തെ ടെൻഷൻ എന്താ വെച്ചാൽ, ഇത്രയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ബാങ്കിൽ ഇതിടും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്നും കഞ്ഞിയല്ലേ സൂചേട്ടാ? നീ അത് കഴിച്ചേ, അച്ചാറൊക്കെ ഉണ്ട്. ഇന്ന് കഞ്ഞി, നാളെ ബിരിയാണി. ഈശ്വര ഭഗവാനെ, എൻ്റെ എല്ലാ സ്റ്റാർട്ടപ്പ് ഐഡിയാസും സക്സസ് ആക്കി തരണേ. അംബാനിയേക്കാളും വലിയ പൈസക്കാരനാക്കണേ. അതൊക്കെ പിന്നെയായാലും മതി. തൽക്കാലം ഓണത്തിനൊരു മാവേലിനെ അറേഞ്ച് ചെയ്ത് തരണേ പ്ലീസ്. സൂചേട്ടാ, ആ, നിങ്ങൾക്ക് വികലാംഗ പെൻഷൻ അപ്ലൈ അറിയോ? ഇല്ല. എന്ത്?
അല്ല ജോസേട്ടൻ നിങ്ങളുടെ മുട്ടാൽ തന്നെ പിടിക്കുമല്ലോ. വൈബേഷ്, ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ആ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചു കൊടുക്കും. എന്നാൽ നമുക്കൊരു മസാല ദോശ വെച്ചാലോ? നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? ഒരാൾ കഴിക്കാനുള്ള പൈസ ഉണ്ട്. എന്നാ വാ, ഞാൻ കഴിക്കാം. അതെ, അവിടെ നിൽക്കുക. എന്നാ പിന്നെ പോവല്ലേ? എങ്ങോട്ട്? താങ്കളല്ലേ പ്രാർത്ഥിച്ചത്? ദേ നോമ്പ് വന്നിരിക്കുന്നു. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് അയാളെ കണ്ടിട്ടേ ഇച്ചിരി ഉഡായിപ്പായിട്ട് തോന്നണം. അത്ര വൈബൊന്നും തോന്നണില്ല. എടാ, അയാൾ എന്തായാലും എന്താ കുഴപ്പം? നമുക്കൊരു മാവേലി കിട്ടിയില്ലേ? നിനക്ക് ജോസിനെ കൊണ്ട് എൻ്റെ കാല് തല്ലുപിടിപ്പിക്കണല്ലേ? നീ വെയിറ്റ് ചെയ്യ്, ഞാൻ അയാളോട് ഒരു GK ചോദിക്കാം. അതെ, ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയണം. ആയിക്കോട്ടെ. നിങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തിയത് ആര്? ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ A സുദർശനൻ, ഓപ്ഷൻ B വാമനൻ, ഓപ്ഷൻ C ജനാർദ്ദനൻ, ഓപ്ഷൻ D മഹാബലി. അത് ഞാനല്ലേ? ഉത്തരം പറ. വാമനൻ. അടിപൊളി, കൊടുകൈ. ഹൈ, പാതാളത്ത് കിട്ടണ പോലത്തെ കാപ്പിയല്ല കേട്ടോ. ഹലോ, നയഗ്ര മലയാളി അസോസിയേഷൻ അല്ലേ? മിൽട്ടൺ അസോസിയേഷൻ അല്ലേ? ടൊറന്റോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് അല്ലേ? മിസ്സാഗ മലയാളി അസോസിയേഷൻ അല്ലേ? പ്രസാദേട്ടനാണോ? ആ, മാവേലി റെഡിയാണേ. ആ, ഉണ്ട്. ഫ്രഷാണേ, എത്തിക്കാം. മണിക്കൂറിനാണ് റേറ്റ്. $100. 3 ദിവസത്തേക്ക് അടുപ്പിച്ചോ? മാവേലി ഉണ്ട് കേട്ടാ സ്റ്റോക്കില്. ആ, ഡിസ്കൗണ്ട് ഒക്കെ തരാം. വേഗം കൺഫേം ചെയ്യണം കേട്ടോ, ഭയങ്കര ഡിമാൻഡാ. ഹലോ, ആ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ആ, നിങ്ങൾക്ക് മാവേലി വേണോ? വൈബേഷ്, പാതാളം വെച്ച് ബാക്കി എല്ലായിടത്തേക്കും മാവേലി ബുക്കിംഗ് ആയി. അപ്പം നാളെ ഉച്ച വരെ ഫ്രീയാ. അപ്പൊ ഉച്ചവരെ നോമ്പ് എന്ത് ചെയ്യും? മാവേലി ഇങ്ങനെ അടിക്കോ? അടിക്കേ എന്ന് വെച്ചാ? എടാ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. മാവേലി ഇങ്ങനെയാ സോമരസം സേവിക്കൂ. ഭൂമിയിൽ വന്നാൽ നമുക്കത് പതിവില്ല. താനോ സോമരസം കഴിക്കില്ല എന്ന് പറഞ്ഞേ? സോമരസം കഴിക്കില്ല എന്നുള്ളൂ, പക്ഷെ ബീറും ബിസ്ക്കറ്റൊക്കെ ആവാം. പക്ഷേ You got a mind, but even that could change. You could flip the gray matter like some batter in your brain. That's why I say, fake it till you make it A. And if you play that game, then you just might make a change. Rearrange all the bad to okay. Take the worst thoughts saying, turn them to a game. Take the best thoughts saying, put them on display. On repeat in your brain till you're feeling no more pain. Never slow yourself down, you can do some more. Push past all the pain and you'll find a door. Open it up and finally explore everything that you thought you could never do before. And even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. ഒരു മിനിറ്റ് നിമിഷം വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ആ, ഹലോ. ആ, ഞങ്ങൾ വീട്ടിലില്ല. ആ, പുറത്താ. ഞങ്ങളിവിടെ അടുത്ത് വന്നിരിക്കുക. നീ എവിടെയാ? വീട്ടിലാ? ആ, ഞങ്ങളിപ്പോൾ എത്താം. ആ, അല്ലല്ല, ഇപ്പം എത്താം. ആ, ശരി വന്ന് വേഗം. ചെറുതായിട്ട് പെട്ടുണ്ട്. ആ, നിമിഷ, നിങ്ങളെന്തിവിടെ? എവിടെയായിരുന്നു? ഞാൻ ഈ മാവേലിനെ കൊണ്ട് ടൊറന്റോ കാണിക്കാൻ പോയിക്കായിരുന്നു. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. മുഞ്ചല്ലോ നാഥാ.
ചേച്ചി, ഇവന്മാർ പറഞ്ഞ കഥകൾ എനിക്ക് അത്രയും വിശ്വാസം പോരാ. ചേച്ചി ഒന്ന് ആലോചിച്ച്, ചേച്ചി സുന്ദരിയല്ലേ? അല്ലേ? അതെ. ഇത്രയും സുന്ദരിയായിട്ടുള്ള ചേച്ചി സുഖുചേട്ടനെ പുറകെ നടന്നിട്ട് പുള്ളിക്കാരൻ എന്താ തിരിഞ്ഞു നോക്കാത്ത? എന്താ നോക്കാത്ത? സുഖുചേട്ടന് ഇൻട്രസ്റ്റേ വേറെയാ. അങ്ങോട്ടേക്ക് നോക്കേ. സുഖു, ഒന്ന് പുറത്തേക്ക് വന്നേ. നിമിഷ, നീ വിചാരിക്കണ പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ വിളിച്ച ഫോൺ എടുക്കില്ല, ഒന്ന് കാണാൻ കിട്ടാറില്ല. സത്യം പറ, നീ ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആണോ? നിമിഷ, ഞാനിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. എനിക്ക് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും അങ്ങോട്ട് സ്റ്റാർട്ട് ആവണില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ വളരെ ടഫാണ്. നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ എനിക്ക് പറ്റണ്ടേ? എന്നാലല്ലേ നമ്മൾ ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. ഞാൻ നീ ഇതൊക്കെ മനസ്സിലാക്കുന്ന വിചാരിച്ച. അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ചൊന്നും പറഞ്ഞാൽ. ഇറ്റ്സ് ഓക്കെ. സത്യം പറ, നിനക്ക് വേറെ ലൈനില്ലേ? എൻ്റെ പൊന്നു നിമിഷ, നീ ഒന്ന് പോയേ. കുഞ്ഞി, അവർ പറഞ്ഞാലും ഞാൻ അത്ര കൺവിൻസ്ഡ് അല്ല. ചേച്ചിക്ക് ഇപ്പം എന്താ അറിയണ്ടേ? അവരെവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതല്ലേ. അതിനുള്ള വഴി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ചേച്ചി വെയിറ്റ് ചെയ്ത് കാണും. എടാ പൈപേഷേ, എടാ ഇങ്ങോട്ട് വന്നേ. എന്താ എടാ, അയാൾ ഇത് മുഴുവൻ അടിച്ച് തീർത്തടാ. അയ്യോ, ഇത് നമ്മൾ എന്ത് ചെയ്യും? എടാ അതല്ല, നമ്മളിന്ന് പ്രോഗ്രാം നീ ഇയാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു കാര്യം ചെയ്, ഇയാളെ ഉടുപ്പിടിപ്പിച്ച് കൊടയും പടിയെല്ലാം കാറിലടിച്ചിട്ടേ നമുക്ക് വല്ല മൂര്യം വെള്ളം വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ ചവിട്ടി വിളിച്ചേ. എടോ മാവേലി, എടോ എഴുന്നേക്ക്. 3 ചോദിച്ചു, 3 തന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് എന്നിട്ട് വേണ്ടേ? കൊല്ലടാ, കൊല്ലേ. അടുത്ത സ്റ്റോപ്പ് പാതാളാണോ മക്കളെ? അയ്യോ, വേണ്ടിയിട്ടാണ്.
അയ്യോ സോറി കേട്ടാ, വണ്ടി മാറിപ്പോയതാ. ഇങ്ങനെ കിടന്നോ? നാണക്കേടായി പോയി. എന്ത് വിചാരിച്ചത് കാണാവോ? തിങ്ങിലാവട്ടെ. നമ്മുടെ വണ്ടി ഇവിടെ നിനക്ക് 40, എനിക്ക് 60. നിനക്ക് പറ്റത്തില്ലാന്നുണ്ടെങ്കിൽ നീ 40 എടുത്തോ, എനിക്ക് 60 തന്നോ. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും. വേഗം വണ്ടി എടുക്കടാ. ഈ പാലും വെള്ളത്തിനാണോ മോരും വെള്ളത്തിനാണോ വില കൂടുതൽ? അതൊന്നും ഞാൻ നോക്കിയില്ല. അതെ, ഉസ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ രണ്ടുപേരെ കാലൊടിക്കുന്ന പറഞ്ഞേ. നമ്മുടെ രണ്ടുപേരല്ല, ചേട്ടന്റെ കാലോടിക്കുന്ന പറഞ്ഞ. ചേട്ടൻ കയറിക്ക വണ്ടിയില്. തനിക്ക് മോരും ഉണ്ടേ? ഇതാരാ? താനെങ്ങനെ ഈ വണ്ടി കയറി? അപ്പൊ ഞങ്ങളുടെ മാവേലിയോ? ഏത് മാവേലി? ഒരുത്തം വെള്ളം അടിച്ച് കിറങ്ങി നടന്ന് എന്നെ തട്ടിക്കൊണ്ടുവന്നവരുടെ വണ്ടി കയറി പോയിട്ടുണ്ട്, ഒരു ജുബ്ബട്ട ആള്. അതാണോ നിങ്ങളുടെ മാവേലി? അപ്പൊ നോക്കിക്കോ, സുഖിച്ചേട്ടന്റെ കാലിൽ ജോസേട്ടൻ തല്ലൊടിക്കും. നീയൊന്നും മിണ്ടാണ്ടിക്ക്. അവരെവിടേക്കാ പോയെന്ന് വല്ല വിവരണ്ടാ? എനിക്ക് ഏകദേശം ഒരു ഊഹമുള്ള സ്ഥലമുണ്ട്. ഏകദേശം അല്ല, തനിക്ക് ഉറപ്പുണ്ടാ? ഉണ്ട്, വാ. വാ. എന്തിനാടാ വണ്ടി നിർത്തിയത്? ഡേ എന്താടാ? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? വണ്ടി മാറിപ്പോയി. എടാ വണ്ടിയല്ലടാ, ആളാടാ മാറിപ്പോയത്. അപ്പൊ പിന്നെ ഈ വധൂരി ഏതാടാ? ആരും കാണില്ല, പെട്ടെന്ന് എടുത്ത് അകത്തിടാ. ഡോ ഡോ ഏതാടാ ഇവൻ? ചോദിച്ചിട്ടാണെങ്കിൽ ഇപ്പം മാവേലി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഇവന്റെ സംസാരം കേട്ടിട്ട് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവനെങ്ങനെടാ നമ്മുടെ വണ്ടി വന്ന് കയറിയത്? എന്നാലും മറ്റവനോടാ. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇവനേതായാലും ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി മറ്റവനെ തപ്പാം. ആ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് അവനെ തപ്പിക്കുക, ഞാനിവിടെ റെസ്റ്റ് ചെയ്യാം. ഓക്കെ? എടേ ഇത് അടയോടെ. ഇവനിനി ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങണമെന്ന് നമ്മൾ തീരുമാനിക്കും. ആ സമാധാനം. $1 million ഒക്കെ പോട്ടെ. രജനി, യു ക്യാൻ ഡു ഇറ്റ്. ഓൾ ഈസ് വെൽ.
പ്രമോദ് എവിടെ? പൈസ എവിടെ? പൈസയല്ല, ഡോളേഴ്സ്. പ്രമോദ് എവിടെ? വാ കാണിച്ചു തരാം. അയ്യോ, ഇതാ ഒരു പെണ്ണാ വീട്ടിലേക്ക് കയറി പോണു. ചേച്ചി, ഇത് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്, എനിക്ക് ഉറപ്പാ. നിനക്ക് ഉറപ്പാണോ ഇത് തന്നെയാ വീടുന്ന്? എന്റെ പൊന്ന് ചേച്ചി, അന്ന് അയാൾ ട്രാക്കർ അയാളുടെ ജുബയുടെ ഇട്ടിട്ടില്ലേ, അതിവിടെയാ കാണിക്കുന്നേ. ചേച്ചി നോക്കിയേ. ചേച്ചി ഒരു കാര്യം ചെയ്യും, സുഖചേട്ടനൊന്ന് വിളിച്ചേ, ഇപ്പൊ നമുക്ക് കാര്യം അറിയാം. എടാ നിമിഷം വിളിക്കണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ ഇവളെന്തിനാ വിളിക്കണത്? ഇടുക്ക് ഇടുക്ക് ഇടുക്ക്. എവിടെയാന്ന് ചോദിച്ചാൽ എന്തു പറയും? കോസ്കോയിലാന്ന് പറ. ആ പറ. ഹലോ ഹലോ, നിങ്ങൾ എവിടെയാ? വാൾമാർട്ടിലാ. പൊന്നു ചേച്ചി കള്ള പറയുന്നേ. എനിക്കൊന്ന് കാണണമായിരുന്നു. ആ ഭയങ്കര തിരക്കാ, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കട്ടെ? ആ ഞാൻ വിളിക്കാം. ഭയങ്കര തിരക്കാ. ആ ഞാൻ ഒന്ന് ഇവിടുന്ന് ഇറങ്ങട്ടെ കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ എന്തോ ചുറ്റിക്കളിയുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇറങ്ങി നോക്കാം. ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഇത് കൊറേ ഉണ്ടല്ലോ. ചിരിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഫാൻസ് ആണെന്ന് തോന്നുന്നു. സുഗു മാവേലി എവിടെയാ? ഏതാടാ ഇതൊക്കെ? സുഖുമാവേലി. മാവേലിയുടെ ആൾക്കാരാ? ഞാനും മാവേലിയൊക്കെ ഭയങ്കര ഫ്രണ്ട്സാ. ഇപ്പൊ ശരിയാക്കി തരാം. മാവേലിയെ കാണണമല്ലേ? വാ കാണിച്ചു തരാം. വാ. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലമല്ലേ? അതെ. എടേ ഇത് തന്നെയാണോ ഡേ വീട്? ഇത് തന്നെയാ, ഉറപ്പാണ്. നമ്മൾ എന്തും പറഞ്ഞതിൻ്റെ ഉള്ളിൽ കയറിച്ചല്ല. ഒരു ഐഡിയ ഉണ്ട്. ഞാനേ ഊബർ ഈറ്റ്സ് ആണെന്ന് പറഞ്ഞ് പോയിട്ട് ബെല്ലടിക്കാം. മതി മതി മതി. ഈ കൂട്ടിട്ടിട്ട് അല്ലേ? എടാ ഇയാളിത് കോളാക്കോടെ. അതെ, നമുക്ക് പുറകെ കൂടി കയറിച്ചല്ല. ഓക്കെ, ഗുഡ് ഐഡിയ. അതെ, ഇനി ഐഡിയ ഒന്നും പറയരുത്. വാ. പറയടാ, എവിടെയാ സുഗു മൈബേഷു? നീ ഒന്ന് അടങ്ങടി. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനേ ഇൻഫ്ലുവൻസർ. നിർത്തടി. നീ കുറെ നേരമായാലോ കിടന്ന് തുടങ്ങുന്നു കൊള 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 കൊള. ആ പടം ഒരു കാട്ടടക്കട അത്രേ ഉള്ളൂ. ബോഡി ഷേമിംഗ് ചെയ്യണോടാ പട്ടി. അടിക്ക് ചേച്ചി. നിന്നെ കുഞ്ഞി നിമിഷം. ഇത് എന്റെ ഭാര്യ. നീ നോക്കി, അയാളെ കാണാൻ അണ്ടർടേക്കറിന്റെ പോലെ ഉണ്ട്. വാചേട്ടൻ നമുക്ക് അമ്മേനെ അടിക്കാം. വൈബേഷ്, അവർ ഗുണ്ടകളാണ്, നമ്മുടെ വീട്ടുകാർ അനാഥരാവും. ചേട്ടനൊന്ന് പൊയ്ക്കേ. ആൾക്കാരെ കൊണ്ട് വീട് വാങ്ങിപ്പിക്കും അല്ലടാ. ഹലോ ഹലോ, ഞാൻ പ്രമോദ്, റിയൽറ്റർ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആവുമ്പോ അതെ. ആണോ? ഇതെന്റെ കാർഡ്. ഓക്കെ, പ്രമോദ് ഓക്കെ ആണോ? ഞാൻ ഓക്കെ ആണ്. അതെ, ആ 1 മില്യന്റെ കൂടെ നീ ഒരു 50,000 കൂടെ വലിച്ചല്ലോ. അത് ഇത്തരം സാഹചര്യങ്ങളിലല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അതാ മറന്നു കാണാം. നിന്ന് അടികൊള്ളാതെ എല്ലാത്തിനും ഇടിച്ച് കൂട്ടിക്കേട്ടാ. ഏയ് തല്ലരുത്. നീയൊക്കെ ഇനി ഇവിടുന്ന് എപ്പോ പോണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. മാവേലി ഇവിടെ? മാവേലിയൊക്കെ പോയി. നിങ്ങളല്ലേ പറഞ്ഞ അയാൾ ഒറിജിനലാണ്? അയാൾ ഒറിജിനൽ ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ രക്ഷിക്കൂലേ എന്നാ?
ഇവൻ ഏതാണ് ഈ ബാലക്കാരൻ? എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് ഷുഗറാ. സുഖിച്ചേട്ടാ അപ്പൊ മാവേലി ഒറിജിനൽ ആണല്ലേ? എടാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാറില്ല. സുഖിച്ചേട്ടൻ പൊളി വൈബാ മാവേലി. അപ്പൊ എങ്ങനെയാ, എല്ലാം ശരിയായില്ലേ? കാര്യങ്ങളൊക്കെ ശരിയായി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അത്യാവശ്യം സൂപ്പർ പവർ ഉള്ള ആളല്ലേ, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും അടി കിട്ടണവരെ വെയിറ്റ് ചെയ്തേ? നേരത്തെ വന്ന് ഞങ്ങൾ രക്ഷിക്കായിരുന്നില്ലേ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അടിയുടെ കുറവുണ്ടായിരുന്നു. അത് കിട്ടി, ഇപ്പൊ ഒക്കെ ശരിയായി. അപ്പൊ എങ്ങനെയാ, അടുത്ത ഓണത്തിന് കാണല്ലേ? ആ. ശരി. മാവേലി, അപ്പൊ നിങ്ങൾ വെള്ളമൊടിച്ച് കിണ്ടി ചെയ്തൊക്കെയാ? മോനെ, അതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ?